പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മഫിൻസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗ്രനോള മഫിൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ, കോൺഫ്ലവർ, സൺഫ്ലവർ ഓയിൽ, ബട്ടർ മിൽക്ക്, ബ്രൗൺ ഷുഗർ, ഗ്രനോള, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ സിനമൺ പൗഡർ, നമ്മൾ പട്ട പൊടിച്ചത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്കും ഓയിലും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ആ ഓയിലും ബട്ടർ മിൽക്കിലൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നോളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് തരിച്ചിട്ട് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. 2 തവണ തരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ തരിച്ചാലും മതി. ഞാനിപ്പോൾ ഒറ്റ വട്ടേ ഉള്ളൂ തരിച്ചിട്ട് ഉള്ളൂ. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഒരേ ഡയറക്ഷനിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബാറ്റർ ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു. ഞാനപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രനോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മൗൾഡിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിൽ ഞാൻ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഓരോ കപ്പിലും അതിൻ്റെ പകുതി ഭാഗം മാത്രം നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ബേക്കായി വരുന്ന സമയത്ത് അത് പൊന്തി വരും, അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു മോൾഡ് കൊള്ളുന്ന കുക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളുടെ ഗ്രനോള മഫിൻസൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ, അതുപോലെ നല്ല ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു.